நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുപ്പോർ ചൂർണം എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. തിരുപ്പൊൽ ചൂർണം, അതായത് പണ്ട് കാലത്ത് തമിഴകത്ത് ജനങ്ങൾ കുളിക്കുമ്പോൾ തലയിൽ ഒരു തരം പൊടി തേക്കുമായിരുന്നു. താളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലൊരു പൊടി തേക്കുമായിരുന്നു. ഏതോ പച്ചിലകളൊക്കെ കൂടെ ചേർത്ത് പൊടിക്കുന്ന, അതേപോലെ കായ്കളൊക്കെ കൂടെ ചേർത്ത് പൊടിക്കുന്ന ഒരു ചൂർണമാണിത്. അതാണ് തലയിൽ തേച്ച് കുളിക്കുക. അതായത് തലയിൽ അഴുക്കും അതുപോലെ രോഗം വരാതിരിക്കാനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമെല്ലാം ഈ ചൂർണം വളരെ നല്ലതാണ്. ഇത് തലയിൽ തേക്കും, എന്നിട്ട് പിന്നീട് അത് കുളിക്കുമ്പോൾ കഴുകിക്കളയുകയും ചെയ്യും. ഇത് പണ്ട് കാലത്തുള്ള ഒരാചാരമാണ്. അത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് വേണ്ടി ചൂർണം പൊടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചില രേഖകളിൽ കാണാറുണ്ട്. പിന്നെ വയറാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള ഈ ശാരീരികമായ പല ആയുർവേദ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ നിത്യമായി ചെയ്യുന്ന ചില പ്രവൃത്തികളെല്ലാം തന്നെ രാജാക്കന്മാരും അതേപോലെ പണ്ടത്തെ ജനങ്ങളും എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. അതിലൊന്നാണ് വയറാട്ട്. അതിനെക്കുറിച്ച് തിരുവിതാംകൂർ രാജാവിൻ്റെ ജീവചരിത്രത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. ഇതേപോലുള്ള ഒരു പ്രക്രിയയാണ് കുളിക്ക് മുമ്പ് തലയിൽ ഈ ചൂർണം തേച്ചിട്ട് തലയിൽ വെള്ളമൊഴിച്ച് ആ ചൂർണം കഴുകി അങ്ങനെ തലമുടിയെല്ലാം വൃത്തിയാക്കുന്ന ഒരു താളി പോലത്തെ ഒരു ചൂർണമാണിത്. ഇത് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചുണ്ടാക്കുമ്പോൾ, അതായത് ഉലക്ക കൊണ്ട് പൊടിച്ചിട്ടാണ് ഈ താളി ഉണ്ടാക്കുന്നത്. അങ്ങനെ പൊടിക്കുമ്പോൾ ഈ പൊടിക്കുന്നവർ പാട്ട് പാടും. അത് ഒരു ഫോക്ക് സോങ് ആണ്. അതായത് നാടൻ പാട്ടിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ചില നാടോടി ഗീതങ്ങൾ, അതായത് ഈ ഉലക്ക വീഴുമ്പോഴുണ്ടാകുന്ന താളത്തിനനുസരിച്ച് പാടുന്ന പാട്ടുകൾ. നമ്മുടെ മലയാളത്തിൽ ഇതുപോലത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. അത് നെല്ലുകുത്ത് പാട്ടുകളെന്ന് പറയും. ഫോക്ക് സോങ്ങിൽപ്പെട്ടതാണ് ഈ നെല്ലുകുത്ത് പാട്ട്. അതായത് സ്ത്രീകൾ നെല്ല് കുത്തുമ്പോൾ പണ്ട് ഉരലിൽ ഉലക്ക കൊണ്ട് കുത്തിയാണ് നെല്ല് ഉമിയൊക്കെ കളഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ കുത്തുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടുള്ള വ്യായാമമാണ്. അപ്പോൾ ഉലക്ക കൊണ്ട് രണ്ട് കൈ മാറി മാറി ഇങ്ങനെ ഉലക്ക താളത്തിനൊത്ത് അത് രണ്ട് സൈഡിൽ രണ്ടുപേരും നിൽക്കും, അങ്ങനെ കുത്തും. അപ്പോൾ പക്ഷേ ഒരിക്കലും ഇവ കൂട്ടിമുട്ടില്ല. ആ താളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വളരെ പെട്ടെന്ന് നെല്ല് കുത്തിയെടുക്കാൻ കഴിയും. അതിന് നല്ല പരിശ്രമവും ആവശ്യമാണ്. അപ്പോൾ ഈ വ്യായാമം, ഈ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ഉലക്ക താഴേക്ക് ഇടുമ്പോൾ ആ താളത്തിനൊത്ത് പാട്ട് പാടും. അതാണ് നെല്ലുകുത്തുപാട്ട്. കുത്തുപാട്ട് എന്നാണ് ഇതിനെപ്പറ്റി പറയുക. തമിഴിലെ കുത്തുപാട്ടുകൾ ആദ്യകാലത്ത് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുത്തുപാട്ടുകളുടെ സ്വഭാവമൊക്കെ മാറി. എല്ലാത്തിനും കുത്തുപാട്ട് ഡാൻസിനും മറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആധുനിക തമിഴ് സിനിമകളിലൊക്കെ കുത്തുപാട്ടുകളുടെ ഒരുപാട് സാധ്യതകൾ അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ കുത്തുപാട്ടിൻ്റെ ഒരു നാടോടി ഗാനത്തിൻ്റെ രീതിയിലാണ് മാണിക്യവാചകർ തിരുപ്പൊൽ ചൂർണം എന്ന ഈ അധ്യായം എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ രമണ മഹർഷി എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് അമ്മയ്ക്ക് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി പപ്പടം കുത്തി പപ്പടം ഉണ്ടാക്കുന്ന രീതി ഈ തരത്തിൽ അദ്ദേഹം ഈ താളത്തിൽ
ഒരു പാട്ട് എഴുതിയത് വായിച്ചതായിട്ട് പണ്ട് ഓർക്കുന്നുണ്ട്. പപ്പളപ്പാട്ടെന്നോ മറ്റോണോ അതിൻ്റെ പേരെന്ന് തോന്നുന്നു. നമുക്ക് ഇത് ചിദംബരത്ത് വച്ച് മാണിക്യവാചർ അരുളിയതാണ് ഈ ഫോക്ക് സോങ്, തിരുപ്പൊൽ ചൂർണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, അതായത് സ്ത്രീകൾ സാധാരണ ശിവക്ഷേത്രങ്ങളിലെ ശിവബിംബങ്ങളെ സാധാരണ മനുഷ്യരുടെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ കാലത്തെ ശിവബിംബത്തെ കുളിപ്പിക്കും. അതിന് ശേഷമായിട്ടാണ് പിന്നെ ആരാധനകളൊക്കെ നടക്കുക. ആദ്യത്തെ പ്രഭാതത്തിലെ ആദ്യത്തെ പരിപാടി ശിവബിംബത്തെ കുളിപ്പിച്ച് അലങ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിർമാല്യം തൊഴുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചടങ്ങുകളുണ്ട്. നിർമാല്യം കഴിഞ്ഞ ദിവസം അർപ്പിച്ച മാല എടുത്ത് മാറ്റിയിട്ട് ആ ബിംബത്തെ കുളിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, ആ അഭിഷേകം ചെയ്യുന്നൊരു രംഗമുണ്ട്. അതിൽ ഈ താളിയാകുന്ന ചൂർണം തേച്ചിട്ടാണ് ആ ബിംബത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഇതിന് ഉള്ള ചൂർണം തയ്യാറാക്കുന്ന സ്ത്രീകളാണ്. അവർ ഉലക്ക കൊണ്ട് കുത്തി ഈ ചൂർണം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ കൊടുക്കാം. അങ്ങനെ ക്ഷേത്രത്തിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ ചൂർണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ശിവസ്തുതികൾ പാടുന്നു. ആ ശിവസ്തുതിയുടെ രൂപത്തിലാണ് ഇവിടെ മാണിക്യവാചകർ ഈ പാട്ടുകൾ 20 പാട്ടുകളുണ്ട്, ആ 20 പാട്ടുകളും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുത്തുപാട്ട് വിഭാഗം എന്ന നാടോടി ഗാനശാഖയുമായിട്ട് ഇതിന് ഗാഢമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നാടൻ ഗാനങ്ങളെക്കുറിച്ചും നാടൻ ഗാന രീതികളെക്കുറിച്ചൊക്കെ പഠിക്കുന്നവർക്ക് ഈ കുത്തുപാട്ട് തിരുപ്പൊൽ ചൂർണം വളരെയേറെ സഹായകമാണ്. നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം. അതായത് സ്ത്രീകൾ പരസ്പരം ഈശനെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താളം ഇതാണ്. ഉലയ്ക്ക ഉരലിൽ വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന താളം. അതായത് 2 സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ 2-3 സ്ത്രീകളായിരിക്കും ഉരലിൽ ഉലയ്ക്ക കൊണ്ടിങ്ങനെ മാറി മാറി കുത്തുന്നത്. അപ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതെ അവർ വളരെ താളാത്മകമായിട്ട്, ശരിക്കും സർക്കസുകാർ കാണിക്കുന്ന പോലെ തന്നെ അവർ ഈ നെല്ലുമൊക്കെ കുത്തിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് അവർ ഒരുപാട് നെല്ല്, ഒരു പറ നെല്ലൊക്കെ കുത്തിയെടുക്കാൻ അവർക്ക് കുറച്ച് നിമിഷം മതി. ആ രീതിയിലാണ് ഈ പാട്ട് നിബന്ധിച്ചിരിക്കുന്നത്. ഈ കുത്തുപാട്ട് നമുക്ക് നോക്കാം. മുത്തുവിതാനം പൂമാല തൂക്കി മുളപ്പിച്ച മൽക്കിണ്ണം ധൂപം വച്ച് നല്ലുളി വിളക്ക് കൊളുത്തി വയ്ക്കാം. ശക്തിയും ലക്ഷ്മിയും ഭൂമിമാതും വാണിയും മംഗളം ഉതിടുവിൻ. സിദ്ധിയും ഗൗരിയും പാർവതിയും ഗംഗയും ചാമരം വീശിടുവിൻ. താതൻ തിരുവയ്യാറപ്പനെന്ന് വാഴ്ത്തി പൊൽച്ചൂർണമിടിച്ചിടണം. ഈ തിരുപ്പൊൽ ചൂർണം നമുക്കിടിക്കാം. എന്ത് പറഞ്ഞിട്ട്? ശിവനെ സ്തുതിച്ച് പാട്ട് പാടിക്കൊണ്ട്. എങ്ങനെയാണ്? മുത്തുവിതാനം പൂമാല തൂക്കി മുളപ്പിച്ച മൺകിണ്ണം ധൂപം വച്ച് നല്ലുളി വിളക്ക് കൊളുത്തി വയ്ക്കാം. ശിവനെ എതിരേൽക്കാൻ വേണ്ടി ആ സ്ത്രീകൾ സാധാരണ വീടുകളിലും അമ്പലങ്ങളിലും ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. മുത്തുവിതാനം പൂമാല തൂക്കി, അവിടെ എല്ലാം വിതാനം മുത്തിൻ കൊണ്ടുള്ള വിധാനങ്ങൾ അവിടെയൊക്കെ തൂക്കി മാലയായിട്ട് തൂക്കിയിടും. മാല പോലെ മുത്തുകൾ തൂക്കിയിടും. പിന്നെ മുളപ്പിച്ച മൺകിണ്ണം ധൂപം വെച്ച്, മുളപ്പിച്ച മൺകിണ്ണവും അവിടെ വച്ചിരിക്കും. അതായത് നവധാന്യങ്ങൾ, ഈ നവധാന്യങ്ങൾ മുളപ്പിച്ച് പാത്രങ്ങൾ, മൺപാത്രങ്ങളിൽ വച്ചിരിക്കും. എന്നിട്ട് അവയെ ജലമൊഴിച്ച് തളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ നവധാന്യങ്ങളോടുള്ള പ്രാർത്ഥനയിൽ ഇതിൽപ്പെടുന്നുണ്ട്. അപ്പോൾ മുളപ്പിച്ച നവധാന്യങ്ങൾ വയ്ക്കുന്നൊരു ചടങ്ങ് ഉണ്ട്. ആ ചടങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മുളപ്പിച്ച മൺകിണ്ണങ്ങളിലാണ് ഈ നവധാന്യങ്ങൾ മുളപ്പിച്ച് വയ്ക്കുന്നത്. പിന്നെ ധൂപം വച്ച്, ആ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വച്ചിട്ട് അവർ നല്ലുളി വിളക്കും കൊളുത്തി, നല്ല പ്രകാശമാനമായ വിളക്കും കൊളുത്തി നമുക്ക് ശിവനെ എതിരേൽക്കാം.
ആ ശിവനെയും അതേപോലെ പാർവതിയെയും എതിരേൽക്കുന്ന രംഗത്ത് ഒരു അലങ്കാരങ്ങളൊക്കെ വച്ചിരിക്കുന്നതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്തൊക്കെയാണ്? മുത്തുവിതാനം പൂമാല തൂക്കി മുളപ്പിച്ച മൺകിണ്ണം ധൂപം വച്ച് നല്ലുളി വിളക്കും കൊളുത്തി വയ്ക്കാം. അപ്പോൾ ആരാ വരാൻ പോകുന്നത്? ശക്തിയും ലക്ഷ്മിയും ഭൂമിമാതും വാണിയും മംഗളമോതിയിടുവിൻ. സിദ്ധിയും ഗൗരിയും പാർവതിയും ഗംഗയും ചാമരം വീശിയിടുവിൻ. അപ്പോൾ ശിവനെ എതിരേക്കാൻ വേണ്ടി ആരൊക്കെയാണ് വന്നു നിൽക്കുന്നത്? ശക്തി വന്നു നിൽക്കുന്നുണ്ട്, പിന്നെ ലക്ഷ്മി ദേവി വന്നു നിൽക്കുന്നുണ്ട്, ഭൂമി മാതാവ് വന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ മംഗള ഗീതങ്ങൾ ആലപിക്കുന്നു. അപ്പോൾ ശക്തിദേവിയും ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും സ്തുതിഗീതങ്ങൾ മംഗളഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ശിവനെ എതിരേൽക്കാൻ വേണ്ടി ഇതാ ഇവിടെ നിൽക്കുന്നു. പിന്നെ ആരാ? സിദ്ധിയും ഗൗരിയും പാർവതിയും ഗംഗയും ചാമരം വീശിയിടുവിൻ. ഭഗവാൻ വരുമ്പോൾ ചാമരം വീശാൻ വേണ്ടിയിട്ട് ആരാ നിൽക്കുന്നത്? സിദ്ധി, അതായത് ഗണപതിയുടെ ഭാര്യ. ഗണപതിയുടെ ഭാര്യയെ സിദ്ധിയും, പിന്നെ അതേപോലെ ഗൗരി പാർവതിയുടെ മറ്റൊരു രൂപമാണ്, ആ രുദ്ര രൂപമാണ് ഗൗരി. രുദ്രമായ ഭാവത്തോടുകൂടിയ ദുർഗ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ദുർഗയും പിന്നെ പാർവതിയും, സാക്ഷാൽ പാർവതിയും, അതായത് പാർവതിയുടെ പല പല രൂപങ്ങൾ, പല പല ഭാവങ്ങൾ, അങ്ങനെയുള്ള അവരെയൊക്കെ ദേവതകളായിട്ടാണ് സങ്കല്പിക്കുക. അങ്ങനെ പാർവതിയുടെ പല ദേവതകളും ദേവസ്വരൂപങ്ങളും, പിന്നെ ഗംഗയും ചാമരം വീശിയിടുവിൻ. ഗംഗാമാതാവും ഇതാ ചാമരം വീശാൻ തയ്യാറായി നിൽക്കുന്നു. ശിവൻ ആഗതനാകുമ്പോൾ, ഭഗവാൻ ശിവൻ വരുമ്പോൾ എതിരേൽക്കാൻ വേണ്ടി ഉള്ള ആ സജ്ജീകരണങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള താതൻ പിതാവ് തിരുവയ്യാറപ്പൻ, തിരുവയ്യാറപ്പന് വേണ്ടിയിട്ടാണ് ഈ ചൂർണം പൊടിക്കുന്നത്. തിരുവയ്യാർ ശിവക്ഷേത്രത്തിലെ ശിവനെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള ചൂർണമാണ് ഇവർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് താതൻ തിരുവയ്യാറപ്പൻ എന്ന് വാഴ്ത്തി പൊൽച്ചൂർണമിടിച്ചിടണം. താതനായ പിതാവായ ശിവഭഗവാന് വേണ്ടി, തിരുവയ്യാറപ്പന് വേണ്ടി നാം ഈ ചൂർണം പൊടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് ഈ ചൂർണം ഇടിച്ച് നമുക്ക് തയ്യാറാക്കാം, ആ പാട്ട് പാടാം. ഇതാണ് പറയുന്നത്. ഞാൻ അതൊന്നുകൂടെ വായിക്കാം. മുത്തുവിതാനം പൂമാല തൂക്കി തുളപ്പിച്ച മൺകിണ്ണം രൂപം വച്ച് നല്ലുളി വിളക്ക് കൊളുത്തി വയ്ക്കാം. ശക്തിയും ലക്ഷ്മിയും ഭൂമിമാതും വാണിയും മംഗളം ഉതിടുവിൻ. സിദ്ധിയും ഗൗരിയും പാർവതിയും ഗംഗയും ചാമരം വീശിയിടുവിൻ. താതൻ തിരുവയ്യാറപ്പനെന്ന് വാഴ്ത്തി പൊൽച്ചൂർണമിടിച്ചിടേണം. ജടയിൽ പൂചൂടുന്ന ദേവനായി പൊൽത്തിരുചൂർണമിടിച്ചിടേണം. രണ്ടായി കീറിയ ഉണ്ണിമാങ്ങയ്ക്ക് ഒത്തതാം കണ്ണുള്ള മങ്കമാരെ വന്നുടൻ പാട്ടുകൾ പാടിയിടുവൻ. പുറത്തു നിൽക്കുന്നോരാം ദാസന്മാരെ കൂകി വിളിച്ച് വരുത്തിയിടുവൻ. നാഥനെ കൈകൂപ്പി നൃത്തം ചെയ്യുവിൻ. നടരാജൻ തന്നെ ദേവിയൊത്ത് വന്നിങ്ങ് നമ്മയും കാത്തുകൊള്ളുവാൻ പൊന്നൊത്ത ചൂർണമിടിച്ചിടണം. അപ്പോൾ പൊന്നൊത്ത ചൂർണം, ആ ചൂർണത്തിൻ്റെ നിറം പൊന്നിൻ്റെ നിറം പോലെയുള്ളതാണ്. ആ പൊന്നിൻ്റെ നിറമുള്ള ആ ചൂർണം ഇടിച്ച് നമുക്ക് ഈ പാട്ട് പാടി, ഈ കുത്തുപാട്ട് പാടി ശിവനെ എതിരേൽക്കാം. ജടയിൽ പൂ ചൂടുന്ന ദേവനായി ശിവൻ എങ്ങനെയാണ് വരുന്നത്? ജടയിൽ പൂക്കൾ ചൂടി വരുന്നു. പൊൽത്തിരുചൂർണം ഇടിച്ചിടണം. ആ ദേവന് വേണ്ടി നമുക്ക് ചൂർണം ഇടിക്കണം. രണ്ടായി കീറിയൊരു ഉണ്ണിമാങ്ങയ്ക്കൊത്ത കണ്ണുള്ള മങ്കമാരുടെ കണ്ണുകൾ അതെങ്ങനെയുള്ളതാണ്? രണ്ടായി കീറിയ ഉണ്ണിമാങ്ങ, വളരെ മനോഹരമായൊരു നാടൻ അലങ്കാര കൽപ്പനയാണ്. ആ ഉണ്ണിമാങ്ങ നടുവേ രണ്ടായി കീറുക. എന്നിട്ട് നോക്കൂ, അത് എത്ര മനോഹരമായിരിക്കും അതിൻ്റെ രൂപം. അതേപോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ, സാധാരണ താമരക്കണ്ണി എന്നൊക്കെയാണ് വിളിക്കുക. ഇവിടെ മനോഹരമായൊരു നാടൻ അലങ്കാരമാണ്. ഉണ്ണിമാങ്ങ രണ്ടായി മുറിച്ചാൽ എപ്രകാരമാണോ അതിൻ്റെ രൂപഭംഗി നാം ആസ്വദിക്കുന്നത്, അതേപോലെ കണ്ണുകളുള്ള നീണ്ട
മിഴിയോടുകൂടിയ അല്ലയോ സുന്ദരിമാരെ, നമുക്ക് ഈ പോച്ചോർണമിടിക്കാം. വന്നുടൻ പാട്ടുകൾ പാടിയിടുവിൻ. നമുക്ക് ഈ കുത്തുപാട്ടുകൾ പാടി നമുക്ക് ജോലി ചെയ്യാം. പുറത്തു നിൽക്കുന്നോരാം ദാസന്മാരെ, അതായത് കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ദാസന്മാരുണ്ട്. അവരെ നമുക്ക് കൂകി വിളിച്ച് ഇങ്ങോട്ടേക്ക് അനയിക്കാം. കൂകി വിളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വലിയ കൂകി വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാം. നാഥനെ കൈകൂപ്പി നൃത്തം ചെയ്യുവിൻ. ഈ സമയത്ത് കൈകൂപ്പി നൃത്തം ചെയ്യുക. നാഥനെ എതിരേൽക്കാൻ വേണ്ടി നമുക്ക് നൃത്തവും ചെയ്യാം. നടരാജൻ തന്നിടെ ദേവിയോടൊത്ത് വന്നിങ്ങ് തന്നെയും കാത്തുകൊള്ളുവാൻ. നടരാജൻ ദേവിയോടൊത്ത്, പാർവതീ ദേവിയോടൊത്ത് ഇതാ ഈ രംഗത്തേക്ക് വരാൻ പോകുന്നു. അപ്പോൾ പാർവതീ ദേവിയെ ആദ്യം നമുക്ക് എതിരേൽക്കാം. അങ്ങനെ എതിരേൽക്കുമ്പോൾ നൃത്തവും ആടാം. നൃത്തം ചെയ്യുവിൻ എന്നാണ് പറയുക. കൈകൂപ്പി നൃത്തം ചെയ്യുവിൻ. കൈകൂപ്പി ശിവനെ സ്തുതിച്ചുകൊണ്ട് പാട്ട് പാടി നൃത്തം ചെയ്യുക. വന്നിങ്ങ് നമ്മയും കാത്തുകൊള്ളുവാൻ പൊന്നൊത്ത ചൂർണമിടിച്ചിടണം. നമ്മെ കാത്തുകൊള്ളാൻ ഇതാ നടരാജനും പാർവതീ ദേവിയും സമാഗതമാകാൻ പോകുന്നു. അവരെ എതിരേൽക്കാൻ വേണ്ടി നമുക്ക് ഈ മഹനീയമായ അലങ്കാരങ്ങളെല്ലാം ഒരുക്കി മഹാദേവനെയും മഹാദേവിയും എതിരേറ്റ് പാട്ട് പാടാം എന്നാണ് ഇവിടെ മാണിക്യവാചകർ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായൊരു നാട്ടിൻപുറ ശൈലിയാണ്. അതിന് നാട്ടിൻപുറത്തുള്ള നാടൻ പാട്ടിൻ്റെ രീതിവിശേഷം തന്നെയാണ് മാണിക്യവാചകർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാട്ടുകളിൽ ഒരു സവിശേഷതയുണ്ട്. അതായത് സാധാരണക്കാർ ആണ് ഈ ശിവ കീർത്തനങ്ങളെല്ലാം ആലപിക്കുന്നത്. തില്ലൈ ശിവക്ഷേത്രത്തിൽ വാണരുളുന്ന ആ ചിദംബരേശനെ സാധാരണക്കാരായ സ്ത്രീകളും പുരുഷന്മാരുമാണ് അങ്ങേറ്റം ഒന്ന് ആദരിക്കുന്നത് എന്ന് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും താഴേക്കിടയുള്ള സാധാരണക്കാരുടെ ദൈവമായി നമുക്ക് ഇവിടെ ശിവനെ കാണാൻ പറ്റും. അപ്പോൾ ശിവൻ എന്നുള്ളത് ശരിക്കും ഒരു ദ്രാവിഡ ദേവനാണ്, നായാടി നായകനാണ് എന്നൊക്കെയാണ് ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഇപ്പോൾ കിടക്കേണ്ട, കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓം ശിവായ നമഃ.